ഗുരുജനങ്ങൾക്കും സജ്ജനങ്ങൾക്കും എൻ്റെ കൊച്ചു കൂട്ടുകാർക്കും വിനീതമായ നമസ്കാരം. ഈ ആഴ്ചയിലെ തുടക്കം ഒരു കഥ കേട്ടുകൊണ്ടാകാം. ലക്ഷ്മണനും ഊർമിളയും പ്രേമവിവാഹമായിരുന്നു. നഗരത്തിൽ മെച്ചപ്പെട്ട തൊഴിലവസരങ്ങളും കിട്ടും എന്ന ധാരണയിൽ അവർ ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് ചേക്കേറി. നഗരത്തിലെ ഏറ്റവും വലിയ ചേരിയിൽ ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്തുകൊണ്ട് അവർ ജീവിതം തുടങ്ങി. അവർ പല ജോലികളും ഏർപ്പെട്ടുവെങ്കിലും അവർക്ക് സാമ്പത്തികമായ മെച്ചമോ തൃപ്തിയോ ഉണ്ടായില്ല. ഒടുവിൽ എന്തെങ്കിലും കച്ചവടം ചെയ്ത് ജീവിക്കാം എന്നവർ തീരുമാനിച്ചു. നഗരത്തിലെ ഏറ്റവും തിരക്കുള്ള ടെക്സ്റ്റൈൽസിൻ്റെ മുന്നിൽ തോർത്ത്, കുഞ്ഞുടുപ്പ്, കൈലേസ് തുടങ്ങിയ ചെറിയ ചെറിയ വസ്ത്രങ്ങൾ വഴിവാണിഭമായി വിറ്റുകൊണ്ടാണ് അവരുടെ കച്ചവടം തുടങ്ങിയത്. ദിവസവും രാവിലെ അടുത്തുള്ള അമ്മൻ കോവിലിൽ പോയി ദർശനം നടത്തി മടങ്ങി വന്ന് പ്രാതലും തയ്യാറാക്കി ഉച്ചഭക്ഷണവും തയ്യാറാക്കി ഇരുവരും കച്ചവടത്തിനായി പോകും. രാത്രി 8-8:30 മണിയോടുകൂടി കച്ചവടം മറിയാക്കി അവർ മടങ്ങി വന്ന് അന്ന് ഉള്ള ആഹാരവും കഴിച്ച് കഴിയുമായിരുന്നു. ഇതായിരുന്നു അവരുടെ രീതി. എന്തായിരുന്നാലും കഠിനാധ്വാനം കൊണ്ടും ഈശ്വരാധീനം കൊണ്ടും അവർക്ക് ഉയർച്ചയുണ്ടായി. പടിപടിയായി ഉയർന്ന ഇന്ന് അവർ നഗരത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ടെക്സ്റ്റൈൽസിൻ്റെ വസ്ത്രവ്യാപാര ശാലയുടെ ഉടമസ്ഥരായി മാറി. ഇന്ന് നഗരത്തിലെ മിഡിൽ ക്ലാസ് കോളനിയിൽ അവർക്ക് സാമാന്യം നല്ലൊരു വീടും കാറും മറ്റ് സുഖസൗകര്യങ്ങളും എല്ലാം ഉണ്ട്. ലക്ഷ്മണനും ഊർമിളയ്ക്കും 3 കുട്ടികളാണ്. മൂത്ത 2 പെൺകുട്ടികളും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇളയ പുത്രനും. അച്ഛൻ്റെയും കുട്ടികളുടെയും കാര്യം നോക്കി നടക്കുന്ന ഗ്രഹഭരണം മാത്രമല്ല ഊർമിളയുടെ ജോലി. അവസരം കിട്ടുമ്പോഴും എല്ലാം ഭർത്താവിൻ്റെ ബിസിനസ്സിൽ സഹായിക്കുവാൻ ഊർമിള കൂടുമായിരുന്നു. അങ്ങനെയിരിക്കെ അവരുടെ അയൽപ്പക്കത്തെ പൂട്ടിയിട്ടിരുന്ന വീടിൽ പുതിയ വാടകക്കാർ വന്നു. ലക്ഷ്മി എന്നാണ് വാടകയ്ക്ക് വന്ന അവിടുത്തെ സ്ത്രീയുടെ പേര്. വളരെ ആഴ്ചകൾക്കകം തന്നെ ലക്ഷ്മിയും ഊർമിളയും നല്ല സുഹൃത്തുക്കളായി. ലക്ഷ്മിക്ക് സാമ്പത്തികമായ ബാധ്യതകൾ ഉണ്ട്, പരാധീനതകളുണ്ടെന്നുള്ളത് ഊർമിളയ്ക്ക് മനസ്സിലാക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല. എന്നാൽ ഒരിക്കൽ പോലും ലക്ഷ്മി അക്കാര്യങ്ങൾ ഊർമിളയോട് പറയുകയോ ഊർമിളയോട് എന്തെങ്കിലും സഹായം ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടുമില്ലായിരുന്നു. എന്നാൽ എപ്പോഴെങ്കിലുമൊക്കെ ലക്ഷ്മി ഊർമിളയുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും സാധനങ്ങൾ എന്ന് വെച്ചാൽ അരിയോ വെളിച്ചെണ്ണയോ പഞ്ചസാരയോ ഇതെല്ലാം ചോദിച്ചു വാങ്ങുമായിരുന്നു. പലപ്പോഴും അവ തിരിച്ച് കൊടുക്കാറുമുണ്ട്. എന്നാൽ മിക്കപ്പോഴും അത് മറന്നു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിൽ ഊർമിളയ്ക്ക് പരിഭവമോ പരാതിയോ ഇല്ലായിരുന്നു. ഊർമിളയും ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ അവരിൽ നിന്നും കടം വാങ്ങിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഊർമിള ലക്ഷ്മിയുടെ കയ്യിൽ നിന്നും കുറച്ച് കറിവേപ്പില വാങ്ങിച്ച് കൊണ്ടുവരുന്നത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മകൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ആ ഫ്രിഡ്ജിനകത്ത് ആവശ്യത്തിലധികം കരിവേപ്പിലയുണ്ടല്ലോ, പിന്നെ എന്തിനാണ് അമ്മ ആൻറ്റിയുടെ നിന്നും അത് വാങ്ങിച്ചത് എന്ന് ചോദിച്ചു. അമ്മ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, മോനെ, ഈ സമ്പത്തും ഐശ്വര്യവും ഭാഗ്യവുമെല്ലാം ഈശ്വരൻ തന്നതാണ്. പക്ഷേ അവ കൊണ്ട് നമുക്കെല്ലാം വില കൊടുത്ത് വാങ്ങിക്കുവാൻ കഴിയുകയില്ല മോനെ. അഭിമാനവും അന്തസ്സും ഒക്കെ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പുറത്തെ ആൻറ്റിക്കും അങ്ങനെ തന്നെ. അവർ മാത്രം എന്നും നമ്മളിൽ നിന്നും എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ അവരുടെ അഭിമാനം
അവരെ അതിന് വിലക്കും. പിന്നെ അകൽച്ച കൂടും. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളും എന്തെങ്കിലും അവരിൽ നിന്ന് ചോദിച്ചു വാങ്ങിച്ചാൽ അവർക്ക് സന്തോഷമുണ്ടാകും. അത് നമ്മെ തമ്മെ അടുപ്പിക്കും. അവർക്ക് നമ്മളോട് അടുത്ത് പെരുമാറാനുള്ള സ്വാതന്ത്ര്യം കൂടുകയും വിശ്വാസം കൂടുകയും ഒക്കെ ചെയ്യും. ഇത് കേട്ട മകൻ മനസ്സിലായി, തൻ്റെ പാഠപുസ്തകങ്ങളിലൊന്നും ഇതൊന്നും പഠിച്ചിട്ടില്ല, തൻ്റെ അധ്യാപകരാരും ഇതൊന്നും പഠിപ്പിച്ചിട്ടുമില്ല. സ്കൂൾ വിദ്യാഭ്യാസം തികച്ചും നേരാമണം ഇല്ലാത്ത തൻ്റെ അമ്മയുടെ നാവിൽ നിന്നും കേട്ട ഈ ശുഭചിന്തകളിൽ അവന് വളരെ അഭിമാനവും അമ്മയോടുള്ള ബഹുമാനവും കൂടിയിരിക്കണം. അവൻ അമ്മയുടെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ചു. 2 കൈയും കൊണ്ട് അമ്മ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവൻ്റെ ഇരു കവിളുകളിലും മാധുര്യമുള്ള ഉമ്മ നൽകി. തൻ്റെ മകൻ്റെ ജിജ്ഞാസയും കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിലുള്ള കഴിവിലും ആ അമ്മയ്ക്ക് സന്തോഷവും അഭിമാനവും തോന്നി. എന്ത് നല്ല കാര്യങ്ങൾ നടന്നാലും മധുരം നുകരണം എന്ന ഇതുകൊണ്ടായിരിക്കാം ആ മേശപ്പുറത്തിരുന്ന പളങ്ക് ഭരണിയിൽ നിന്നും ഒരു ലഡ്ഡു എടുത്ത് മകന് അമ്മ നൽകി. പുറമേ മാത്രമല്ല, മനസ്സിനകത്തും ദൃഢതയും ഉറപ്പുമുള്ള മതിലുകൾ കെട്ടി നമ്മളെ കാണുമ്പോൾ വെളുക്കെ ചിരിക്കുന്ന ഒരുപാട് പേർ ഈ സമൂഹത്തിലുള്ളപ്പോൾ ഊർമിളയെ പോലുള്ള മനസ്സിൽ മതിൽക്കെട്ടുകൾ കെട്ടാത്ത ധാരാളം ഊർമിളമാർ ഈ ലോകത്ത് അവശേഷിക്കുന്നു എന്നുള്ളത് ആണ് സത്യത്തിൽ ഈ ലോകത്തിൻ്റെ പ്രത്യാശ പോലും. മറ്റൊരു കഥയുമായി ഞാൻ നിങ്ങളെ കാണുന്നതുവരെ രാകേഷ് ചീമര വിടവാങ്ങുന്നു. സ്വസ്തി പ്രജ്ഞാവ്യ പരിപാലയാന്താം ന്യായേണ മാർഗേണ മഹിമ കുബ്രഹ്മണേഭ്യോ സുഖമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.